പിന്നെ നമ്മൾ വീണ്ടും തേൻകനിക്കോട്ടയ്ക്ക് പോവാണ്. ഇവിടുന്ന് രായക്കോട്ടയ്ക്ക് ഇവിടുന്ന് 50 കിലോമീറ്റർ ഉള്ളൂ. തേൻകനിക്കോട്ട, ആയൂർ ഇക്കോ ടൂറിസം. ഈ രണ്ട് സൈഡിലും മരമായിട്ടുള്ള ഈ ഒരു റോഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ ക്ലൈമറ്റും. ഇപ്പം താലിയിൽ വരണമെന്നുള്ളവർക്ക് ഈ രണ്ടും എക്സ്പെക്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല, പക്കാ വില്ലേജാണ്. ഫുഡൊന്നും കിട്ടാനുള്ള യാതൊരു ഓപ്ഷനൊന്നുമില്ല. പക്ഷെ നല്ലൊരു റോഡ് ട്രിപ്പും ഇതുപോലെ ചെറിയ ലേക്കും അമ്പലവും അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ട്രക്കിംഗ് ഒക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് താലി. പിന്നെ നമുക്കധികം ദൂരമില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ, അതും ഒരു ഹൈലൈറ്റാണ്. കണ്ടോ എന്ത് രസമുള്ളതെന്നൊക്കെ റോഡ്. ക്ലൈമറ്റാണ് എടുത്ത് പറയുന്നത്. പിന്നെ ഒരു പക്ക വില്ലേജ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വീടുകളും അവരുടെ ഒരു കൃഷി സ്ഥലങ്ങളും പശു വളർത്തലും അതുപോലെ കൾട്ടിവേഷനും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? തേൻകനിക്കോട്ട. ഹണി. പക്ഷെ ഡി ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ തേനാണ്. തേൻ കിട്ടോ നോക്കാം. തേന്റെ സ്ഥലമായതുകൊണ്ടായിരിക്കുമല്ലോ തേൻകനിക്കോട്ട എന്നൊക്കെയാണ്. കനി മീൻസ് ഫലം, ഫ്രൂട്ട്, കോട്ട, പോട്ട്, അങ്ങനെ മൂന്ന് പേരും കൂടെ ചേർന്നാണ് തേൻകനിക്കോട്ട. തേൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകും. ഫോറസ്റ്റ് ആണ്. ഇനി നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാ. ഇനി ഫോറസ്റ്റ് അല്ലേ? അപ്പൊ ഇനിയും നല്ല കാഴ്ചകളായിരിക്കും മുന്നോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എവിടെയാണ്? തേൻകനിക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇത് ടൗണാണ്. തേൻകനിക്കോട്ടയിലെ ടൗണാണ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. ഒരു ChatGPT അടിച്ചപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു, NDR സം റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത് ഇനി ഒരു കിലോമീറ്ററാണ് ഇവിടുന്ന് ഉള്ളത്. അത് തപ്പി പോവുകയാണ്. എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. ലിയാമിന് വിശക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പം എത്തും. 300 മീറ്റർ. അതെ, വേറെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അറിയില്ല, അതാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ChatGPT പറഞ്ഞ ഹോട്ടലാണ്. അതെ തന്നെ, ഇതാണ് ഹോട്ടൽ. NDR പ്യുർ വെജ്. ഇവിടെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവുമോ? അങ്ങനെ നമ്മുടെ NDR ഹോട്ടലിൽ നോർമൽ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി കഴിക്കല്ലേ? 2 ഇഡ്ഡലി പറഞ്ഞു. വടയുണ്ട് കൂടെ. ഇനി ഇവനും ഇച്ചിരി ഇതിൽ നിന്ന് കൊടുക്കണോ? ഞാൻ പഞ്ചസാര കൂട്ടി കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. പുള്ളി ഇതേ കുറച്ച് നേരമായിട്ട് മൊബൈൽ കാണാൻ വെമ്പി നിന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളിത് കഴിക്കട്ടെ, ബാക്കി നമുക്ക്. തേൻകനിക്കോട്ടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ പഞ്ചാപ്പള്ളി ഡാമിലേക്ക് പോവുകയാണ്. പോണ വഴിയുള്ള കാഴ്ചകളാണ്. നമ്മളൊരു ഫോറസ്റ്റ് റിസർവോയർ ഏരിയയിലേക്കാണ് കയറുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നി തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ മണ്ണ് മാന്തിയ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ കുറേ ഭാഗം കൃഷിയാണ്. ഈ സൈഡൊക്കെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, ഫെൻസിങ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ എലിഫൻറ്റ് ക്രോസിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ നമുക്ക് കൂടുതൽ കാടിലേക്ക് നമ്മൾ കയറുമായിരിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഡാമിലോട്ട്. ഫുൾ വളവാണല്ലോ. ഫുൾ വളവാണ്. ചെറിയ ചെറിയ ലേക്കുകൾ കാണുന്നു. ചുറ്റും കൃഷിയാട്ടോ, കൃഷിയുടെ സ്ഥലങ്ങളാണ് മൊത്തം. അപ്പോൾ കുറച്ചൊക്കെ ക്യാബേജ് കണ്ടു. പിന്നെ മിക്ക സ്ഥലത്തും കൃഷി ചെയ്യാൻ ഉഴുതിട്ടേക്കുക. എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, അത്ര അടിപൊളിയൊന്നുമല്ല, എന്നാലും ഓക്കെ. ഒരു നോർമൽ തമിഴ് ബ്രേക്ക്ഫാസ്റ്റ്.
ആ അതെ അതെ ഫ്ലവർ ബന്ദിപ്പൂ അല്ലതാ ബന്ദിപ്പൂ കൃഷി റോഡ് നല്ലതാട്ടോ വളർന്ന് തിരുവാണെങ്കിൽ പോലും നല്ല റോഡുകളാണ് എല്ലാ വീട്ടിലും പശുവും കാളയും ആടും കോഴി എല്ലാം ഉൾഗ്രാമത്തിലോട്ട് ഒക്കെ കൃഷി തന്നെയായിരിക്കും അതെന്താ സാൻഡാവുഡ് സാങ്ച്വറി നോക്കാം മലകൾ സൂപ്പറായിട്ടല്ലേ നല്ല വ്യൂ അല്ലേ അടിപൊളി പാസ്വാനപ്പള്ളി ഓ അതാണല്ലേ 4.5 കിലോമീറ്റർ കോഴിപ്പേറ്റൊക്കെ കണ്ടോ ഞങ്ങൾ അവിടെ ലോക്കൽ ഒരു കടയിൽ നിർത്തി എന്നിട്ട് ഒരു ചെറിയ ടിപ്പൊക്കെ മേടിച്ചു കൊടുക്കും അപ്പോഴാണ് പുള്ളിക്ക് ഒരു സന്തോഷം അതെ ലേസല്ലേ കിട്ടിയതാ ലേസൊന്നും അല്ല ബ്രാൻഡ് വൈസ് അതൊന്നുമല്ല മുട്ടൊക്കെ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കയറിയപ്പോൾ ഷോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മേടിച്ചു തരാം പുള്ളി ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഷോപ്പ് കാണാണ്ട് പുള്ളിക്ക് ദേഷ്യമൊക്കെ വരാൻ പിന്നെ നമ്മളൊരു കടയിൽ കയറി ചിപ്സ് മേടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആശ്വാസം ഇപ്പൊ വീടൊന്നും കാണുന്നില്ല ആരും ഇല്ല റോഡിലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ സാധാരണ എവിടെ പോയാലും കുറെ റൈഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മഴയുണ്ടോ ആ അതെ മഴ മങ്കീസ് കാടായി മങ്കീസ് ഒക്കെ കണ്ടുകൊണ്ട് വേസ്റ്റ് അല്ലാന്നോ ആ വേസ്റ്റ് ഇല്ല വേസ്റ്റ് ഇടണ്ട കേട്ടോ അല്ല ഇവിടെയൊക്കെ വെച്ച് മഴ പെയ്താൽ എന്ത് ചെയ്യും കേറിയേക്കാൻ പോലൊരു സ്ഥലമില്ല അതുണ്ടോ ആൾക്കാർ നടക്കുന്നു ആൾക്കാർ നടക്കുന്നതാ റിവറായിരിക്കും പറ്റിപ്പോയതാ ഈ മലകളുടെ ഇടയിലായിരിക്കും ഉണ്ടാവുക പനാച്ചിപ്പള്ളി ഡാമിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഷട്ടറൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി പോകണം കഴിഞ്ഞു താഴേക്ക് പോണ കണ്ടവര് ഗ്രാസ് കഴിക്കാൻ പോവാ അതിന്റെ ഇടയ്ക്കുണ്ടോ ഒരു കിണർ ബോട്ടൊക്കെ എങ്ങോട്ടാ പോണേന്ന് നോക്കണ്ടേ ഫുഡ് കഴിക്കണുണ്ടോ ഗ്രാസ് കഴിക്കണുണ്ടോ എന്തൊരു കാറ്റാണ് വെള്ളം കുറവാ പറന്നോവേ ലിയാമ്മയെ പിടിച്ചില്ലെങ്കിൽ പറന്നോ ലിയാമ്മനെ പിടിച്ചില്ലെങ്കിൽ പറന്നു പോലെ നല്ല കാറ്റ് വെള്ളം കൂടി ഉണ്ടായിരുന്നു കിഡു സ്ഥലം കേട്ടോ വെള്ളം തീരെ കുറവാട്ടോ ഇത് അടച്ചിട്ടേക്കും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവായിരുന്നു അത് അടച്ചിട്ടേക്കുവാണ് അല്ലെങ്കിൽ അവിടെ ഒരു ആ റോട്ടിൽ കൂടെ നമുക്ക് PWDയുടെ ഇതാണ് മീൻസ് PWDയുടെ എന്തോ സംതിങ് പക്ഷെ ഒരാളെ ഞാൻ കണ്ടോളൂ എൻ്റെ അടുത്ത് അപ്പുറ സൈഡ് പോകാൻ അത് കാടാ അങ്ങോട്ട്
ഗോട്ടിനെ വിളിച്ചോണ്ടിരിക്കുക അവിടെ നിന്ന്. ഗോട്ട് കേക്കണല്ലേ? ഗോട്ട് ഫുഡ് കഴിക്കണ ബിസിയാടാ. ഞാൻ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. പഞ്ചപ്പള്ളി എന്ന് പറയുന്നത് ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലെ ഒരു സ്മോൾ വില്ലേജാണ്. ചിന്നാർ റിവറാണ് ഈ കാണുന്നത്. ചിന്നാർ റിവറിന് കുറുകെയാണ് ഈ പഞ്ചപ്പള്ളി ഡാം പണികഴിപ്പിച്ചിരിക്കുന്നത്. 1977 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലെ ആളുകളുടെ കുടിവെള്ളത്തിൻ്റെ ഒരു മെയിൻ സോഴ്സാണ് ഈ ഡാമിലെ വെള്ളം. കുടിവെള്ളത്തിന് മാത്രമല്ല ഫാമിംഗ് ആവശ്യങ്ങൾക്കും അവർ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഈ ഡാമിൽ ഏതാണ്ട് 50 അടിയോളം വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ഈ കാണുന്ന മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും അതുപോലെ തേൻകനിക്കോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവുമാണ് ഈ ഡാമിൽ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം തീരെ കുറവുള്ള സമയമാണ്. ഏതാണ്ട് ഒരു നവംബർ ഡിസംബർ സമയത്ത് വരുവാണെങ്കിൽ ഈ ഡാം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഗേറ്റ് അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഡാമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് ബൈക്കേഴ്സ് റൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുപോലെ നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് വരാൻ നല്ല രസമായിരിക്കും, പ്രത്യേകിച്ച് ബൈക്കിൽ. അപ്പോൾ ഈ സ്ഥലം ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനക്കൽ വഴി തളി എത്തി അവിടെ നിന്ന് തേൻകനിക്കോട്ട വഴിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വൺ സൈഡ് നമുക്കൊരു 80-82 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഗ്രീനറി, നല്ല കാറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം മിസ്സാക്കണ്ട. നവംബർ നമുക്ക് ഒന്നും കൂടി വരാം ഈ സ്ഥലം എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ.